ഉപദേശം. പാരായണം മങ്ങാടി ശിവരാമൻ. രാമായണത്തെ കുറിച്ച് ചെറിയ ഒരു പ്രഭാഷണം നടത്തുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും കൂടി ചേരുന്നതാണ് മനുഷ്യൻ. ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ജീവൻ വേർപിരിയാതെ ഇരിക്കണമെങ്കിൽ ഹിംസ, വക്രത്വം, കാമം, ക്രോധം ഇവ വെടിയണം. ദേഹശുദ്ധിയും മനഃശുദ്ധിയും ജനന ജരാമരണങ്ങളെ കുറിച്ചുള്ള ചിന്തിച്ച് അഹങ്കാരം കൂടാതെ സന്തുഷ്ടനായി ശുദ്ധസ്ഥലേ വസിക്കണമെന്ന് ലക്ഷ്മണോപദേശം ഉപദേശിക്കുന്നു. ഭോഗങ്ങളുടെ പുറകെ പോയാൽ ആയുസ് നഷ്ടമാകും. സുമിത്ര ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്, വനത്തിൽ നിനക്ക് അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തതിനാൽ രാമനെ അച്ഛനായും സീതയെ അമ്മയായും കാണണം. സീതയെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ലക്ഷ്മണൻ സീതയുടെ ആക്രോശം കേട്ട് രാമനെ രക്ഷിക്കാൻ പോയതിൽ നിന്നും ശ്രീനിർദ്ദേശം സ്വീകരിച്ച് തൻ്റെ ചുമതലകളിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നത് ലക്ഷ്മണനെ മാനസികമായി തളർത്തുന്നു. സുവർണമോഹങ്ങളിൽ ആകർഷരാകുന്ന സ്ത്രീ മനസ്സിനെയും അത് സാധിച്ചു കൊടുക്കുവാൻ പോകുന്ന പുരുഷനും ആപത്ത് വന്നുകൂടും. പ്രക്ഷുബ്ധമായ മനസ്സുള്ളപ്പോഴും ഏറ്റവും ദുഃഖിതനായി ഇരിക്കുമ്പോഴും യാതൊരു തീരുമാനങ്ങളും എടുക്കരുത്. കോപമാകുന്ന വിത്തെറിയുന്നത് പാവം കൊയ്യാനാണ്. ജനിച്ചാൽ സുഖവും ദുഃഖവും ഉണ്ടാകുമെന്ന് നമ്മൾ സമാശ്വസിക്കണം. ഭോഗങ്ങളെല്ലാം ആയുസ്സിനെ കുറയ്ക്കും. ക്രോധം പാടില്ല. ഇങ്ങനെ ഉള്ളവ താത്വികമായി ലക്ഷ്മണ ഉപദേശത്തിലൂടെ പറയുന്നു. കുട്ടികൾ ഇത് വായിക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഉപകരിക്കും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീ രാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കോപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢമാനന്ദമരുൾ ചെയ്തിതുപടി പോലെ കേട്ടാലുമെങ്കിൽ ഗുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. ജ്ഞേയമായുള്ള പരമാത്മാവറിയുമ്പോൾ മായാസംബന്ധമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നും ജഗത്രയേയും മായയാകുന്നത് നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം, മായയ്ക്കെന്നറിയാ സുരസൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മജ്ഞാന രൂപിണിയായും വിദ്യയായതും മറ്റേ ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മനീ വിശമടോ.
മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. ജന്മസംസാരമായത് ദേഹമായത് പഞ്ചഭൂത സഞ്ചയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധിമനസ്സും ചിത്തമൂലക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്ന് ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുള്ളവർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല, രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവം ഡംബഹിംസാവക്രത്വം കാമക്രോധം മനസ്സേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേവാദികളും സഹിച്ച് സമബുദ്ധിയ അന്യോഭാവവും അകലക്കളഞ്ഞതിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹാത്മങ്ങളെ അടക്കി മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സംഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേതി ജീവത്തോടും പുത്രധാരാർത്ഥദിഷു സ്നേഹവത്വം ചെയ്ത് ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനപ്രാപ്തിക്ക് തുല്യമാഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. അതോടൊപ്പം തന്നെ ആദിത്യ ഹൃദയമന്ത്രം. ആദിത്യ ദശയുള്ളവരും ആദിത്യൻ്റെ അപഹാരമുള്ളപ്പോഴും ഉണ്ടാകുന്ന മാനസിക വ്യഥയെ ഇല്ലാതാക്കുന്നതിന് ആദിത്യ ഹൃദയമന്ത്രം ഉപയോഗിക്കുന്നു. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വവികസാക്ഷണതേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.